നമസ്കാരം. നമ്മുടെ കൊച്ചിയിലും കടലിനടിയിൽ കൂടി തുരങ്കപാത. കടലിൽ നിന്ന് ഒരു ചെറിയ ഇടുങ്ങിയ 260 മീറ്റർ മാത്രം വീതിയുള്ള ഒരു കനാലിൽ കൂടി വേണം കപ്പലുകൾക്ക് തുറമുഖത്തെത്താൻ. ഈ കനാലിന്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് വൈപ്പിനും ഫോർട്ട് കൊച്ചിയും. ഈ മേഖലയിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പണ്ട് തുടങ്ങി യാത്രാക്ലേശം ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നതാണ്. 10-30 വർഷം മുൻപ് വരെ പാസഞ്ചർ ബോട്ടുകളായിരുന്നു ഇരുവശത്തേക്കും സർവീസ് നടത്തിയിരുന്നത്. അതിനുശേഷമാണ് പരമ്പരാഗത മരം കൊണ്ടുള്ള ചങ്ങാടങ്ങൾ വരികയും അതിനുശേഷം ജങ്കാർ വന്നു. ഇപ്പോൾ വലിയ കപ്പൽ രൂപത്തിലുള്ള റോറോ സർവീസാണ് കുറെ വർഷങ്ങളായി നടത്തുന്നത്. ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ടാണ് കടലിനടിയിൽ കൂടി അണ്ടർ സീ ടണൽ വരുന്നത്. വരാൻ പോകുന്ന ടണലിന്റെ ആകെ നീളം 2.6 കിലോമീറ്റർ ആണ്. ഒരു ഭാഗത്ത് നിന്ന് കുഴിച്ചു തുടങ്ങി ഈ 260 മീറ്റർ വീതിയുള്ള കനാലിന്റെ നടുഭാഗം എത്തുമ്പോഴേക്കും ഏകദേശം 35 മീറ്റർ അടിയിലേക്ക് പോയിരിക്കും. 35 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ജലനിരപ്പിൽ നിന്നല്ല. ആ ഭാഗത്തെ ജലത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഏകദേശം 15-16 മീറ്റർ ആണ്. ആ അടിത്തട്ടിൽ നിന്നും 35 മീറ്റർ താഴെ കൂടിയാണ് ടണൽ പാസ് ചെയ്തു പോകുന്നത്. ടോട്ടൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 50-51 മീറ്റർ വരും. 17 നില കെട്ടിടത്തിന് തുല്യം. അത്രയും അടിയിൽ കൂടിയാണ് നടുഭാഗം കടന്നു പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് കൺസ്ട്രക്ഷൻ പ്രൊജക്ടുകൾ വന്നു കഴിഞ്ഞാലും ജനങ്ങൾക്കും വാഹനങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലായിരിക്കും ആ പരിസര പ്രദേശങ്ങളെല്ലാം എപ്പോഴും. എന്നാൽ ഇതുപോലുള്ള ടണലിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനറിയില്ല. ടണലിന്റെ രണ്ടറ്റങ്ങളിൽ മാത്രം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ പ്രതീതി ഉണ്ടാവുമെങ്കിലും കുഴിച്ചു പോകുന്നത് ഒരു മനുഷ്യനോ ഒരു വാഹനത്തിനോ ഒരാളുകൾക്കോ ഒരു വിധത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയുമില്ല, ആരും അറിയുകയുമില്ല. ഈ ടണൽ ഒരറ്റം തുടങ്ങി കുഴിച്ച് മറ്റേ അറ്റത്തെത്താൻ 2 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. കുറച്ച് വൈകിയാണ് വന്നതെങ്കിൽ നമ്മുടെ കൊച്ചിക്കും ഇരിക്കട്ടെ ഒരു അണ്ടർ സീ ടണൽ.